കുറച്ച് നാളായി വീഡിയോസ് എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലാഗിങ് ആയിരിക്കും. നിങ്ങളെന്തായാലും 2x ഒക്കെ ഇട്ട് കാണുമല്ലോ, അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മാത്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മെട്രിക്സിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ റോ ഓപ്പറേഷൻസൊക്കെ കണ്ടു, എക്കലോൺ ഫോം എന്താണെന്നൊക്കെ മനസ്സിലാക്കി. ഇനി ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നിന്നാൽ നിങ്ങളെ അത് മിസ്ലീഡ് ചെയ്യും. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പരിപാടി മാത്രമേ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് റാങ്ക്, അത് അതിൻ്റെ ഫിസിക്കൽ ഡെഫിനേഷൻ എന്തുവാണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റാങ്ക് ഓഫ് എ മെട്രിക്സ്, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട്, പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. വേറെ ഏതോ വേണമെന്നുള്ളത് റെഫർ ചെയ്യുക. ആക്ച്വലി അത് മെട്രിക്സ് മൊത്തത്തിൽ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് കണ്ടാൽ മതി. അല്ലാതെ അതിപ്പോൾ കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ പോയോ യൂ എന്നും പറഞ്ഞ് പേടിച്ചു പോകും. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഈ മെട്രിക്സ് എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒരു തവണ കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. കണ്ടല്ല, ചെയ്ത് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. അപ്പം ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ എന്താണ് പരിപാടി? അപ്പോൾ നമുക്ക് ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പം ഞാനൊന്ന് ചൂസ് ചെയ്യുവാണ്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഇവിടെ ഷാഡോയുടെ പ്രശ്നമുണ്ടല്ലേ, നമുക്ക് അടുത്തേലും നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ ചൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് എഴുതാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ 1 2 3 3 കോളമാണ് ഉള്ളത്. 1 2 3 2 3 -1, ഇനി -2 -3 പിന്നെ എത്രയാണ് -1. ഓക്കെ, അപ്പം ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റാങ്ക് ഞാൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ്, എന്താണ് സംഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്ത് എന്തുവാണ്, ഒരു മെട്രിക്സ് എ ചൂസ് ചെയ്തു, വിച്ച് ഈസ് ഹാവിങ് ആൻ ഓർഡർ 3/3. ഇപ്പോൾ എത്ര റോസ് ഉണ്ട്? 1 2 3, അതായത് 1 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. അപ്പോൾ 3 എന്ന് പറയുന്നത് റോസാണ്. 3 എന്താണ്, എത്ര കോളം ഉണ്ടെന്ന് നോക്കണം. 1 2 3. അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ 3/3 എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണ് എടുത്തേക്കുന്നത്. അതായത് m/n ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 3 ആണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3/3 എന്ന് പറയുന്നുണ്ട്. സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ 3 എന്ന് പറഞ്ഞാൽ മതി. റോസും കോളോസിൻ്റെയും എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഓർഡർ 3 ഉള്ള ഒരു മെട്രിക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ലെറ്റ് എ എന്താണ്, ലെറ്റ് എ എന്ന് പറയുന്നൊരു മെട്രിക്സ്, ലെറ്റ് എ ബി ആൻ എന്തുവാണ്, m/n മെട്രിക്സ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് ഞാൻ പറയുമ്പോഴത്തേക്ക് അത് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ, m/n മെട്രിക്സ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാം. അപ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഈ റാങ്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു എന്ന് പറയണം. ദ റാങ്ക് ഓഫ് എ, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഈസ് ഡിനോട്ടഡ് ബൈ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സ്മാൾ ആർ ഇടുക, ബ്രാക്കറ്റിനകത്ത് എ ഇടുക, റാങ്ക് ഓഫ് എ. സ്മാൾ ആർ ബ്രാക്കറ്റിനകത്ത് എ, അത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആയതുകൊണ്ട് സ്മാൾ ആർ ബ്രാക്കറ്റിനകത്ത് എ ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പോൾ അത് റാങ്ക് നമുക്ക് ആർ എന്താണ് ബ്രാക്കറ്റിനകത്ത് എ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ അതെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറയാൻ പോവാണ്. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ്, ഇത് ഒരു ഫിസിക്കൽ മീനിങ് അല്ല ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ എന്താണ് ഒരു തിയററ്റിക്കൽ ആസ്പെക്ട്സ് നമ്മളെങ്ങനെ റാങ്ക് കണ്ടുപിടിക്കും, അപ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, വാട്ട് റാങ്ക് ഇൻഡിക്കേറ്റ്സ്, നമുക്ക് ആ മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് അതെന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. മെട്രിക്സിൻ്റെ ആപ്ലിക്കേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ഡെഫിനിഷൻ റാങ്കിൻ്റെ പറയാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞു, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, യൂട്യൂബിലാണ്. നമുക്ക് ആപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ പറ്റത്തില്ല. അത് യൂട്യൂബിൽ ഈ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാർട്ടിലാണോ ഈ ഒരു പാർട്ട് കിടക്കുന്നത് അതിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, എൻ്റെ ഇതുണ്ടാവും. അപ്പോൾ ഇത് റാങ്ക് ഒരു കാര്യം കൂടെ അല്ലെങ്കിൽ എനിക്കൊന്ന് മാത്സ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, മാത്സ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും, ആപ്പിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ചില സബ്ജക്ട്സ് ഒബ്വിയസ്ലി ആപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാര്യം അതും റൺ ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ നോക്കാം. അപ്പോൾ ദ റാങ്ക് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ ആർ ഓഫ് എ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഈസ് ഡിഫൈൻഡ് ആസ്, നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജറാണ്.
നോൺ നെഗറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് -2 -3 എന്ന് പറയുന്നതിന് പകരം 1 2 3 അല്ലെങ്കിൽ 0 1 2 3 എന്ന് പറഞ്ഞ ഇൻറ്റിജറാണ് നമുക്ക് വരുന്നത്. അപ്പം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. ഒരു നോൺ നെഗറ്റീവ് ഇൻറ്റിജർ 1 2 3 4 എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനം. സച്ച് ദാറ്റ് ആ ഇൻറ്റിജറിന് ഒരു പ്രത്യേകതയുണ്ട്. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഇൻറ്റിജർ ഇപ്പം നമ്മൾ പറയുകയാണ് ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് R ഓഫ് A എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഈ മെട്രിക്സിൻ്റെ റാങ്ക് 2 ആണ് കേട്ടോ. അപ്പോൾ R ഓഫ് A ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. അതൊരു നോൺ നെഗറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജറാണ്. സച്ച് ദാറ്റ് ഇത് എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഈ മെട്രിക്സിൻ്റെ എന്തുവാ റാങ്ക് എത്രയാണ്? 2. 2/2 സബ് മെട്രിക്സ് ഓഫ് എ. അതായത് ഈ എ എന്ന് പറയുന്നതിന് അവിടെ എന്ത് വേണം? അതായത് ഒരു 2/2 എന്തെങ്കിലും ഉണ്ടാവും, സബ് മെട്രിക്സ് എങ്കിലും എന്തായും ഉണ്ടാവും. അതായത് ദർ ഈസ് 1 അറ്റ്ലീസ്റ്റ് 2/2 സബ് മെട്രിക്സ് ഓഫ് എ ഹൂസ് ഡിറ്റർമിനൻ്റ് ഈസ് നോൺ സീറോ. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താവുന്നത്? നോൺ സീറോ ആവുന്ന ഒരു 2/2 ഒരു സബ് മെട്രിക്സ് എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ റാങ്ക് 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദിസ് ഈസ് എ റാങ്ക് ഓഫ് ദി മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു സബ് മെട്രിക്സ് ഞാൻ എഴുതുവാണ്. അതായത് 2/2 ആയിട്ടുള്ള ഒരു സബ് മെട്രിക്സ്. 2/2 സബ് മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഒരു മെട്രിക്സിന് സബ് മെട്രിക്സ് എഴുതണം. ഒന്നുകിൽ അതിൻ്റെ റോസ് ഫുള്ളായിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോളം എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും കൂടെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ റോ ഫുൾ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്നതിൻ്റെ സബ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇപ്പം A1 എന്ന് പറഞ്ഞ് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇത് ഫുള്ള് പോയി, ഇതും ഫുള്ള് പോയി. അപ്പോൾ ഈ റോ ഫുള്ള് പോയി, ഈ കോളം ഫുള്ള് പോയി. അപ്പോൾ ഇത്ര മാത്രമല്ലേ ഉള്ളൂ? 1 2 2 3. അപ്പോൾ ഇതൊരു സബ് മെട്രിക്സ് ആണ്. 1 പിന്നെ ഇത് 1 പിന്നെ അടുത്തെന്താണ്? ഇത് 2 പിന്നെ അടുത്തെന്താ? താഴത്തെ റോയിൽ ഇത് 2 ഇതെന്തുവാ? 3. അപ്പോൾ ഇതൊരു സബ് മെട്രിക്സ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഒരു 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റാങ്ക് 2 എന്ന് പറഞ്ഞാൽ ഈ 2/2 മെട്രിക്സ് നമുക്ക് ഈ എ എന്ന് പറയുന്ന വലിയ മെട്രിക്സിൻ്റെ ഒരു സബ് മെട്രിക്സ് ആയിട്ട് നമുക്കൊരു 2/2 മെട്രിക്സ് ഉണ്ട്. ഈ 2/2 മെട്രിക്സിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഞാൻ കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ പോവുക ഡിറ്റർമിനൻ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുകയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A1 എന്ന് പറയുന്ന സാധനമല്ലേ കണ്ടുപിടിക്കുന്നത്. ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് 1 2 2 3. ഈ ഡിറ്റർമിനൻ്റ് എത്ര കിട്ടുമെന്ന് നോക്കിയേ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 1 × 3 എത്ര കിട്ടും? 3 കിട്ടും. മൈനസ് നമ്മൾ ഇടുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ 2 × 2 എത്ര? 4 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഡിറ്റർമിനൻ്റ് എന്തല്ല? 0 അല്ല. അപ്പോൾ നോൺ സീറോ ഡിറ്റർമിനൻ്റ് കിട്ടുന്ന ഒരു സബ് മെട്രിക്സ് എങ്കിലും ഈ ഒരു ഓർഡറിലുണ്ടാവും. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് ഇപ്പോൾ റാങ്ക് ഇപ്പോൾ 2 ആണ്. ഈ ഒരു മെട്രിക്സിൻ്റെ റാങ്ക് എന്താണെന്ന് പറഞ്ഞു? 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 2 വെച്ചിട്ട് നമുക്ക് സബ് മെട്രിക്സ്, അപ്പോൾ ഇത് റാങ്ക് 2 ആണെങ്കിൽ 2/2 മെട്രിക്സസ് വിൽ ബി ദെയർ. ആ 2/2 മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എന്തായി പോവില്ല? 0 ആയി പോവില്ല. അപ്പോൾ നമ്മളിപ്പം സപ്പോസ് ഈ ഒരു മെട്രിക്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിറ്റർമിനൻ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്തായി പോകും? ഇപ്പോൾ 3/3. ഇപ്പോൾ ഇതിനെക്കാട്ടി വലിയ ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2-നെക്കാട്ടി വലുതെന്ന് പറയുന്നത് ഇപ്പോൾ 3 കൂടെ ഉള്ളൂ. നമുക്കിത് ഇപ്പോൾ 3/3 കൂടെ നോക്കാനുള്ളൂ. മറ്റത് 1/1 എന്ന് പറഞ്ഞ് എടുത്തിട്ട് 1/1 എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റും. ഒരു മെട്രിക്സ് അല്ല, അത് 1 2 3 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമായി പോകും. അപ്പോൾ 3/3 നമ്മൾ എടുത്ത് നോക്കുക. ഇപ്പം മെട്രിക്സ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കുക. 1 2 3 2 3 -1 -2 -3 -1. ഈ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക 0 കിട്ടും. പറഞ്ഞുകൊണ്ടിരുന്നാൽ കൂടുതൽ സമയം പോകുന്നുള്ളതുകൊണ്ട് 0 കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു 3/3 മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ ഈ 3/3 മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3/3 മെട്രിക്സ് എടുത്തിട്ട് ഈ ഒരു മെട്രിക്സ് അതേപോലെ 3/3 മെട്രിക്സ് ആക്കി എടുത്ത് ഞാൻ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചപ്പോൾ 0 ആയിപ്പോയി. പക്ഷേ ഇതിൽ നിന്നൊരു സബ് മെട്രിക്സ് അതായത് 2/2 എടുത്തപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോഴെടുത്താലും ചിലപ്പോൾ എന്താണ് ഇപ്പോഴെടുത്താലും ഏതെങ്കിലും ഒരു 2/2 മെട്രിക്സ് എന്തായിട്ട് വരും? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് നോൺ സീറോ ആയിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് എടുത്ത 2/2 അത് ഈ ഒരു 2/2 മെട്രിക്സിൻ്റെ തന്നെ ഡിറ്റർമിനൻ്റ് എന്തായി വന്നു? നോൺ സീറോ ആയിട്ട് വന്നു. നോൺ സീറോ ആയിട്ട് വന്നു പറഞ്ഞാൽ -1 ആണ് നമുക്ക് കിട്ടിയത്, 0 ആയിട്ടില്ല. പക്ഷേ അതേസമയം ചിലപ്പോൾ ഇതിവിടെ എടുക്കുമ്പോൾ ചിലപ്പോൾ 0 വരാം, ഇവിടെ എടുക്കുമ്പോൾ ചിലപ്പോൾ 0 വരാം. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ഓർഡറിൽ ഇതിപ്പോൾ 2/2 നമുക്ക് സ്ക്വയർ മെട്രിക്സിൻ്റെ കേസസിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ മെട്രിക്സ് ആയിട്ട് പറയുന്നു. സ്ക്വയർ മെട്രിക്സിൽ അതിൽ ഇപ്പോൾ സ്ക്വയർ മെട്രിക്സിന് എന്നെ റാങ്ക് ഉണ്ടോയെന്നല്ല പറഞ്ഞേ. ഇപ്പോൾ M/n എന്ന് പറയുന്ന ഓർഡർ ഇത് 5 ഇത് 4 ആവാം, ഇത് 3 ഇത് 4 ആവാം. പക്ഷേ നമ്മൾ എടുക്കുന്ന സബ് മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ആ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇപ്പം 2/2 ആണെങ്കിൽ ആ 2/2 മെട്രിക്സ് നോൺ സീറോ ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ റാങ്ക്. അതായത്
നമുക്കിങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ഈ എക്സ്പ്ലനേഷൻ എഴുതിയിട്ട് നമുക്ക് പറയാം. ദെയർ ഈസ് അറ്റ്ലീസ്റ്റ്, അതായത് അവിടെ ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് 1 R/R submatrix, at least 1 R/R submatrix of A. അപ്പോൾ R/R സബ്മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആർ എന്ന് ഉദ്ദേശിച്ചത് റാങ്ക് ആണ്. ഇപ്പം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക, റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഞാനിപ്പോൾ എന്താണ് ആർ എന്ന് പറയുവാണെങ്കിൽ ദെൻ ഇപ്പോൾ ആർ എന്ന് പറയുന്നതാണ് ആ ഇൻറ്റിജർ. നമ്മൾ പറഞ്ഞില്ലേ ഒരു ഇൻറ്റിജർ റെപ്രസെൻറ്റ് എന്ന് പറഞ്ഞില്ലേ, ആ ഇൻറ്റിജർ എന്ന് പറയുന്ന റാങ്ക് എന്ന് പറയുന്ന ആറാണെങ്കിൽ ഒരു R/R സ്ക്വയർ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 R/R സബ്മെട്രിക്സ് ഓഫ് എ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഹൂസ് ഡിറ്റർമിനൻ്റ് ഈസ്, ഹൂസ് ഡിറ്റർമിനൻ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സാധനമാണല്ലോ. ഡിറ്റർമിനൻ്റ് ഈസ് നോൺ സീറോ. അതിൻ്റെ ഒരു ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താ, ഓരോ ഡിറ്റർമിനൻ്റെങ്കിലും നോൺ സീറോ ആയിട്ടാണ്. ബാക്കി അല്ലാത്തത്, അതായത് സപ്പോസ് ഇവിടുത്തെ രണ്ടാമത്തെ കേസിൽ നമ്മൾ നോക്കി എന്താണ്, ഇവിടുത്തെ ഡിറ്റർമിനൻ്റ് 3/3 എടുത്തപ്പോൾ ഡിറ്റർമിനൻ്റ് എന്തായി പോയി? 0. അതിപ്പോൾ റാങ്കിനെ കാട്ടി 1 കൂടിയ ഒരു സബ് മെട്രിക്സ് എടുക്കുവാണ്, മനസ്സിലായില്ലേ? അപ്പം റാങ്കിനെ കാട്ടി കൂടിയ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള, റാങ്കിനെ കാട്ടി ഇപ്പോൾ ഇവിടെ റാങ്ക് എത്രയാണ്? 2. 2നെ കാട്ടി കൂടിയ വാല്യൂ എത്ര? 2നെ കാട്ടി ഒന്നും കൂടെ കൂട്ടിയ എത്ര കിട്ടും? 3. അപ്പോൾ ഈ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തപ്പോൾ എനിക്ക് എന്ത് വന്നു? 0 വന്നു. അപ്പോൾ ആ റാങ്കിനെ കാട്ടി കൂടി അതും കൂടെ ഉണ്ട്. ആൻഡ് ഒരു കാര്യം കൊണ്ട് രണ്ടാമത്തെ കണ്ടീഷൻ, ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഓൾ സ്ക്വയർ submatrices of A of order greater than or equal to R+1. ഈ R+1 കാട്ടി വലിയ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള, ഇതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ 3/3. ഈ ഒരു മെട്രിക്സിൻ്റെ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, സബ് മെട്രിക്സ് ആക്കി 3/3 മെട്രിക്സ് എടുത്ത് 2 ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി വരും വേണം? 0 ആയും വരും വേണം. ആ എന്ന് പറയുന്നത് ഈസ്, അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടി ബാക്കി കൂടെ ചേർക്കാണ്ട് ഈസ് 0. അപ്പം ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഓൾ സ്ക്വയർ മെട്രിക്സസ് എന്താണ്? എല്ലാ സ്ക്വയർ മെട്രിക്സസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് R എന്ന് പറയാം അല്ലേ, R0. അപ്പോൾ ദ ഡിറ്റർമിനൻ്റ് ഓഫ് ഓൾ സ്ക്വയർ സബ് മെട്രിക്സസ് ഓഫ് എ ഓഫ് ഓർഡർ. ആ ഓർഡറിൻ്റെ പ്രത്യേകത എന്താ? റാങ്കിനെ കാട്ടി 1 കൂടിയ ഓർഡർ, അതായത് റാങ്കിനെ കാട്ടി 1 കൂടിയത് അല്ലെങ്കിൽ അതിനെ കാട്ടി കൂടിയത്. ഇപ്പോൾ 3/3 ആവാം, 4/4 ആവാം. 4/4 നിന്ന് എടുക്കാൻ പറ്റത്തില്ല ഈ ഒരു മെട്രിക്സ് സംബന്ധിച്ചിടത്തോളം. കാര്യം 3/3 മെട്രിക്സ് ആണ് ഇത് മൊത്തത്തിൽ. അതിൻ്റെ സബ് മെട്രിക്സ് 4/4 കിട്ടൂലല്ലോ. അതിനെക്കാട്ടി വലിയ നമ്പർ ഓഫ് കോളംസും റോസും നമുക്ക് എന്തായാലും സബ് മെട്രിക്സ് ആയിട്ട് കിട്ടത്തില്ല. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒന്ന് പരത്തിയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു റാങ്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സബ് മെട്രിക്സിൻ്റെ ഓർഡറാണ് റാങ്ക്. അപ്പോൾ നമ്മൾ റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ്, നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഓർഡർ ഓഫ് എ സബ് മെട്രിക്സ് അല്ലേ. അപ്പോൾ ആ സബ് മെട്രിക്സിൻ്റെ പ്രത്യേകത ഉണ്ട്. ആ സബ് മെട്രിക്സ് എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആയിട്ടുള്ള സബ് മെട്രിക്സിൻ്റെ ഓർഡറാണ് റാങ്ക്. അതിൻ്റെ ഒരു പ്രത്യേകത, ആ സ്ക്വയർ മെട്രിക്സിന് എന്തുണ്ടാവില്ല? ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽസ് 0. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? ഡിറ്റർമിനൻ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ചുരുക്കി പറഞ്ഞ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് റാങ്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഈ റാങ്കിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. ബട്ട് നമ്മൾ സബ്ജക്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമുക്ക് റാങ്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഒരു മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കുക എന്നുള്ളത്. ആ പണി നമുക്ക് നല്ല വൃത്തിയോണം നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. അത് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ലാതെ എന്ത് ചെയ്യാം? നമുക്ക് റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അത് വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു കാര്യമില്ല. നമ്മൾ എക്ലോൺ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്ലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. എക്ലോൺ മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നിൽക്കുന്നത് ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് നോൺ സീറോ റോസ് എണ്ണുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളി അതിൻ്റെ റാങ്ക് കിട്ടും. അതാണ് എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ റാങ്ക് 2 ആണ്.
ഇപ്പോൾ എങ്ങനെയാണ് ഈ 2 കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് 2 കിട്ടുന്നത് എന്നുള്ളത് എന്തായാലും 3 ആയിരിക്കത്തില്ല. നമുക്ക് ഈ ഒരു ഈ മെട്രിക്സിന് ഒന്ന് എന്ത് ചെയ്യാം നോക്കുമ്പോഴേ അറിയാൻ പറ്റും. കാര്യം ഈ മെട്രിക്സിൻ്റെ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ 0 വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ 3/3 മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് 0 വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കണം, നോൺ സീറോ ആവണം. എന്നാലേ നമുക്ക് ആ ഒരു നോൺ സീറോ ആവുന്ന ആ സബ് മെട്രിക്സിൻ്റെ എന്താണ് ഓർഡറാണ് R/R. ഇതാണല്ലോ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ഈ ഓർഡറാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, റാങ്കായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഡിറ്റർമിനൻറ്റ് 0 ആയി കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, അതൊരു സബ് മെട്രിക്സ് വിച്ച് ഈസ് ഹാവിങ് ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയാലേ നമുക്ക് റാങ്കായിട്ട് ചോദിച്ചു. അപ്പോൾ 3/3 നമുക്ക് റാങ്കാണ്. 3നെ കാട്ടി ചെറുതായിരിക്കും ആദ്യമേ മനസ്സിലായി. അപ്പോൾ 3നെ കാട്ടി ചെറുതാക്കി പിന്നെ 2/2 ആണ്. അപ്പോൾ 2/2 ഏതെങ്കിലും ഒരു സബ് മെട്രിക്സ് എടുത്ത് നോക്കുക. 1, 2, 2, 3 എന്ന് മാത്രം എടുത്ത് നോക്കിയാൽ തന്നെ എൻ്റെ ഡിറ്റർമിനൻറ്റ് എന്ത് കിട്ടിയില്ല, എനിക്ക് 0 കിട്ടിയില്ല. സോ 0 കിട്ടാതെ സ്ഥിതിക്ക് അപ്പം ഞാൻ തൊട്ട് താഴെയുള്ള 2 ആണ് അവിടുത്തെ എന്താണെന്ന് മനസ്സിലാക്കി, റാങ്ക് എന്ന് മനസ്സിലായി. ഇത് നമുക്ക് ഈ ഒരു ഡെഫിനിഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാം. ബട്ട് നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് ഒരു 5/5, 6/6 അല്ലെങ്കിൽ 6/5 ഒക്കെ തന്നിട്ട് നമുക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ജനറൽ പ്രൊസീജിയർ നമുക്ക് വേണം. ഹൗ കുഡ് വി ഫൈൻഡ് ദ റാങ്ക് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു എക്ലോൺ ഫോം വെച്ചിട്ട് നമ്മളൊരു ഡെഫിനിഷനുണ്ട്. നമുക്ക് എന്താണ് റാങ്ക് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പം എക്ലോൺ ഫോമിൽ നമ്പർ ഓഫ് നോൺ സീറോ റോസ് എണ്ണിയാൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ റാങ്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോബ്ലം എഴുതി, ഒരു മെട്രിക്സ് തന്ന് അതിൻ്റെ പ്രോബ്ലം എഴുതി നമുക്ക് എങ്ങനെയാണ് റാങ്ക് കണ്ടുപിടിക്കുന്നത് നോക്കിയതിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യം എന്ന് പറയുന്നത് പിടികിട്ടും. അപ്പോൾ ഇത് വലിയ പ്രശ്നമില്ലാതെ നോക്കുക, ജസ്റ്റ് ഒന്ന് കണ്ട് കളയേണ്ട ഒരു സാധനം മാത്രമാണിത്.